രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുള്ള ഹർജിയിൽ വാദത്തിന് സാവകാശം തേടി സർക്കാർ. 10 ദിവസത്തിന് ശേഷം കേസ് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ്, രണ്ടാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയത്. എന്നാൽ ഇതിനെ എതിർത്താണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഈ കേസിൽ ജാമ്യം നൽകിയാൽ വലിയ തിരിച്ചടി ഉണ്ടാവും, കേസിന് മുന്നോട്ട് പോക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിന് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് വാദത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ സമയം തേടിയിട്ടുള്ളത്. 10 ദിവസത്തിന് ശേഷം ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അന്നേ ദിവസം ഈ കേസിന്റെ വാദം ആരംഭിക്കും. നിലവിൽ രാഹുലിന് 3 കേസുകളിലും, അതായത് ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും മൂന്നാമത്തെ കേസിൽ തിരുവല്ല കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ചിരുന്നു. അതിനെ എതിർത്താണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹർജി നൽകിയത്. അതിൽ 10 ദിവസത്തിന് ശേഷം വാദം കേൾക്കും. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.